അയ്യോ ചേച്ചിയെ ധ്യാനോടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ധ്യാൻ എന്ത് പാവായിട്ട് ഇരിക്കുന്നത്, ഭയങ്കര സന്തോഷം. ധ്യാനിന് പറ്റിയ തങ്കം വെച്ച് എനിക്കും ധ്യാനോട്ടനും കൂടെ ഒരു അമ്മ മോൻ കഥാപാത്രം ചെയ്യണം. ധ്യാനോട്ടാ കേൾക്കുന്നില്ല, എനിക്കിപ്പോഴും ഞാനിങ്ങനെ ഇവിടെ എത്തി ധിമേ, അതൊരു നിമിത്തമാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആവണമെന്നുള്ളൊരു ആഗ്രഹമില്ലേ, ആ ആഗ്രഹം എന്നാൽ സിനിമാ നടി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായി നല്ല പ്രായങ്ങളിൽ. പക്ഷേ കുടുംബം ജീവിതം പ്രായങ്ങളും ചിന്തി, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിരുന്നു. അതാണ് എന്നെ ശ്രീനേട്ടൻ വഴിയും റോഷൻ ആൻഡ്രൂസ് സാർ എല്ലാവരും അവരൊക്കെ വഴി ഇവിടം വരെ എത്തിയത്. എൻ്റെ ഞങ്ങളുടെ ഫ്രണ്ടാണ് ശ്രീനേട്ടൻ. എനിക്ക് ശ്രീനേട്ടനെക്കാളും എനിക്ക് ശ്രീനേട്ടൻ്റെ വൈഫ് മിലാൻറ്റിയോടായിരുന്നു അടുപ്പം കൂടുതലായിട്ട് വന്ന്. ഒരാളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പിന്നെ സൗഹൃദമുള്ളവർ ഞാനില്ലേ, ചിലപ്പോൾ ഇപ്പം അധികം സൗഹൃദമുള്ളവരോട് പറയുന്നുണ്ടാ അടുത്ത പടത്ത് ഞാനില്ല, നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി കട്ട പറയുന്ന അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡയലോഗ്. അതെനിക്കുള്ളത് എനിക്ക് വന്നു തരും. ഞാൻ സിനിമയിൽ പോലും വരുമെന്ന് ഓർത്തതല്ല, ഞാൻ സിനിമയിൽ വന്നെങ്കിൽ എനിക്കുള്ളത് എനിക്ക് വരും. പിന്നെ കുറേയൊക്കെ ഇപ്പം ഏതായാലും കുറേ ഇങ്ങനെ അമ്മ ഇതൊക്കെ ചെയ്തു, ഏതായാലും സിനിമയിൽ വന്നു കുറച്ച് നല്ല ശക്തമായ കഥാപാത്രങ്ങളോട് ചെയ്യണമെന്നൊരു ഇപ്പോൾ ഒരു മോഹമുണ്ട്. സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഓൾമോസ്റ്റ് പലതും എൻ്റെ ജീവിതമായിട്ട് സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിങ്ങനെയാണ്. നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഇവന്റ് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം കൂടുതൽ മനോഹരമാക്കണ്ടേ? കല്യാണം, എൻഗേജ്മെന്റ്, ബർത്ത്ഡേ പാർട്ടി, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഇവന്റ്സ് ഏതുമായിക്കോട്ടെ, വളരെ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം അത് ഏറ്റവും സ്പെഷ്യൽ ആക്കാൻ ഇനി നിങ്ങൾക്കൊപ്പം മൈൽസ്റ്റോൺ ഇവന്റ്സ്. നമസ്കാരം, ഏവർക്കും സ്വാഗതം സെൻസി കെയർ ആഴങ്ങളിലേക്ക്. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിലേക്കൊരു സ്ഥാനം നേടിയെടുത്ത അഭിനേത്രി സ്മിനു സിജു. ഹായ് സ്മിനു. ഹായ് സ്മിനു. ചേച്ചിന്ന് വിളിക്കണോ? പ്രായമുണ്ട്, ഏകദേശം അടുത്തൊക്കെ ഉള്ളൊരു പ്രായമുണ്ട്. 40കളിലാണ്. പേര് വിളിക്കാലോ, അതുകൊണ്ടാണ് ധൈര്യത്തിൽ വിളിച്ചത്. ചേച്ചി എന്നൊക്കെ വിളിച്ചത് ഭയങ്കര ഒരു ഏജ് ഡിഫറൻസ് അല്ല. ഇപ്പം നമ്മൾ തമ്മിൽ ഇരിക്കുകയാണെങ്കിൽ അഭിനയിക്കാൻ അമ്മയും മോളോട്ട് അഭിനയിക്കാനുള്ള സിറ്റുവേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് കൊച്ചുകുട്ടിയാണ്. 41 വയസ്സുള്ള കൊച്ചുകുട്ടിയാ? കൊള്ളാം. എനിക്ക് 45ആയി. ചേച്ചി വിളിക്കാൻ ഇഷ്ടമാണോ? അങ്ങനൊന്നുമില്ല. എന്താണ് വിളിച്ചത്? എന്നെ മാം എന്ന് വിളിച്ചു, ബാക്കി എന്ത് വിളിക്കുന്നത് എനിക്കിഷ്ടം. അപ്പൊ എന്തായാലും നമ്മള് എപ്പോഴും കാണുന്നത് വളരെ ചിരിച്ച മുഖത്തോടു കൂടി നമ്മുടെ ഓരോ ഇവന്റുകളിലൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ക്യാമറയുമായി വരുന്ന കുട്ടികളോടടുത്ത് വളരെ സന്തോഷത്തിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന സ്മിനുവിനെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല മികവുറ്റ രീതിയിൽ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. സ്മിനു എന്ന വ്യക്തിയെ കൂടുതൽ അറിയാനാണ് സ്മിനു എന്ന വ്യക്തിയെ പറ്റി കൂടുതൽ അറിയാനായിട്ടാണ് നമ്മൾ ഇന്ന് ആഴങ്ങളിലൂടെ ശ്രമിക്കുന്നത്. ഓക്കെ, പിന്നെ എന്ത് തോന്നുന്നു ഇപ്പം ഈ ഒരു സമയത്ത് അഭിനേത്രി എന്നുള്ള രീതിയിലും ഒക്കെ ലൈഫിൽ എന്താണ് ഫീൽ ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ? ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ അതായത് എനിക്ക് എന്നെ പറ്റി തന്നെ ഒരു അഭിമാനം തോന്നുന്നുണ്ട്. ഒരു നാട്ടുമ്പുറത്താണ് ജനിച്ചതും വളർന്നതും. അവിടുന്ന് എന്താണേലും ദൈവം എന്നെ ഇവിടം വരെ എത്തിച്ചു. അതിൽ തന്നെ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നുണ്ട്. ദൈവത്തോടും എന്നെ ഇവിടം വരെ എത്തിച്ച എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകാനായിട്ട് നമ്മുടെ ഉള്ളിലൊരു എനർജി ഉണ്ടാവും. ആ എനർജിയാണ് നമ്മുടെ നെക്സ്റ്റുള്ള മൂവ്മെന്റുകളെ നമ്മളെ നയിക്കുന്നത്. ഈ എന്നെ പറ്റി അഭിമാനം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ഞാനിങ്ങനെ ഇവിടെ എത്തി ധിമേ, അതൊരു നിമിത്തമാണ്. നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ആവണമെന്നുള്ളൊരു ആഗ്രഹമില്ലേ, ആ ആഗ്രഹം എന്നാൽ സിനിമാ നടി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായി നല്ല പ്രായങ്ങളിൽ. പക്ഷേ കുടുംബം ജീവിതം പ്രായങ്ങളും ചിന്തി, പക്ഷെ എന്തെങ്കിലുമൊക്കെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഭയങ്കരമായിരുന്നു. അതാണ് എന്നെ ശ്രീനേട്ടൻ വഴിയും റോഷൻ ആൻഡ്രൂസ് സാർ എല്ലാവരും അവരൊക്കെ വഴി ഇവിടം വരെ എത്തിയത്. ഈ ഒരു ആഗ്രഹമാണോ ലൈഫിൽ ഓരോരോ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ തന്നെയാണോ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്? അതെ, എനിക്ക് എന്തും ഞാൻ ഒരു കടയിൽ പോയാൽ എന്തെങ്കിലും ഒരു സാധനം കണ്ടാൽ അതെന്താ ഇതെന്താ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ എന്തിങ്ങനെ ഞാൻ പറയും, മനെ നമ്മളത് അറിയാത്ത കാര്യങ്ങൾ അവരോട് കടയിലുള്ളവർക്ക് നമുക്ക് പറഞ്ഞു തരാമല്ലോ, അവരോട് ചോദിച്ചറിയുക എന്നുള്ളതാണ്. വേറെ മറിച്ച് നമ്മളൊരു ആൾക്കാർ 10 പേര് കൂടുന്ന കൂട്ടത്തിലിരിക്കുക, അവിടെ ചെന്നിട്ട് അവരുടെ കയ്യിലിരിക്കുമ്പോൾ അതെന്താന്ന് ചോദിക്കുമ്പോൾ അവർക്കില്ല എനിക്കുണ്ട്. ഞാൻ നമ്മൾ നമ്മുടെ അറിവുകൾ അറിയേണ്ടടുത്തു എന്നൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ള ഇതാണ്. നമ്മൾ ചോദിച്ച ചോദ്യം എന്തായിരുന്നു?
ഇത് തന്നെയാണ്, അതായത് നമ്മൾ കാര്യങ്ങൾ അറിയാനും ആഗ്രഹങ്ങൾ ഓരോ എൻ്റെ രീതിയിലാണ്. ആഗ്രഹം, ഞാൻ മനസ്സിൽ കണ്ട ആഗ്രഹങ്ങളൊക്കെ വലിയ രീതിയിലല്ലെങ്കിലും എപ്പോഴേലും കാലം എൻ്റെ മുന്നിൽ കൊണ്ടു തന്നിട്ടുണ്ട്. ചില ആഗ്രഹങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് കേട്ടോ, അതും സത്യസന്ധമായിട്ട് പറയാം. പക്ഷെ നമുക്കൊരു ഡ്രസ്സ് നമ്മൾ ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ എപ്പോഴേലും ആ ഡ്രസ്സ് വാങ്ങാം. ഒരു കാറ്, ഒരു വീട്, എന്തും. പക്ഷെ നഷ്ടപ്പെട്ട പിന്നെ തിരിച്ചു പിടിക്കാത്ത പല അത് ആഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെയും ഉണ്ട്, കിട്ടാത്തത് കൊണ്ട് കിട്ടുന്നതും ഉണ്ട്. കിട്ടാത്ത ആഗ്രഹങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? പ്രശ്നമാണെങ്കിൽ ഒന്നും പറയണ്ട. അങ്ങനെയല്ല, ഒരു നമ്മൾ ഓക്കെ ഇനിയും നമ്മൾ അതിലേക്ക് വേണ്ടി ആ യാത്ര നടത്തണം, അല്ലെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കണം എന്ന് ഇപ്പോഴും അങ്ങനെ സൂക്ഷിക്കുന്ന എന്തെങ്കിലും? അങ്ങനെയുള്ള എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ, അതെൻ്റെ പപ്പ എൻ്റെ വളർച്ചയിലൊപ്പം ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കും. പപ്പ ഇല്ല, എൻ്റെ ആങ്ങളേനെ എൻ്റെ ഒപ്പം കൊണ്ടു നടക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു. അതില്ല. നാത്തൂൻ, പിന്നെ ചില നഷ്ടങ്ങൾ, അതിനി ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കുറേ നഷ്ടങ്ങളുണ്ട്. എല്ലാവർക്കും മനുഷ്യ സഹജം. പക്ഷെ അതോർത്ത് വിഷമിച്ചിരിക്കാതെ, അപ്പം നമ്മൾ ഒരു കാര്യം ഞാൻ മക്കളോട് പറയുന്നത് അതുപോലെ വേറൊരു കാര്യമാണ്, നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ നിരാശകളും ഒക്കെ നമ്മൾ തലയിൽ വെക്കുന്ന ഭാരമാണ്. നമ്മൾ മുന്നോട്ടുള്ള ആയാനുള്ള ബലക്കുറവാകും. അപ്പം അതിനെയൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറ്റുമൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ സങ്കടപ്പെടും. അത്രേ ഉള്ളൂ. സങ്കടപ്പെട്ടങ്ങ് തീർക്കുക, പിന്നെ നാളത്തേക്ക് വേറെ മോട്ടിവേഷനോട് കൂടി പുറത്തിറങ്ങാന്നുള്ളതാണ്. ബ്രദറിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നമ്മള് കെട്ടിയോളാണിന്റെ മാലാഖ സിനിമ വന്ന സമയത്ത് കേട്ടിട്ടുണ്ട്, ടിപ്പിക്കൽ സിനിമയിൽ കാണുന്ന സഹോദരിയായി ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ചേച്ചിയായി നിന്നോട്ടെ എന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ആ ബ്രദറുമായിട്ടുള്ള ആ ഒരു കണക്ഷനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഇപ്പൊ അവിടെ കൂടെ ഇല്ലാന്ന് എനിക്കറിയാം. അങ്ങനെ തന്നെ, കാരണം ഞങ്ങൾ 3 പെണ്ണും ഒരാണുമാണ്. എൻ്റെ അനിയത്തിമാര്, എൻ്റെ അമ്മ, അവരെല്ലാവരും അവനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചു, ഭയങ്കരമായിട്ട് വഷളാക്കി. ഒരു ആങ്ങളെ ഉള്ളതിൻ്റെ ആ ഒരു ഇതെല്ലാവരും കൊടുക്കുമായിരുന്നു. പിന്നെയും അന്വേഷിച്ച് തന്നെയാണ് ഞാൻ പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഇരുന്ന് ചിരിച്ചത് എൻ്റെ നാത്തൂനായിരുന്നു. കാരണം എല്ലാം അത് തന്നെ. ഞാൻ അങ്ങനെയാണ്, അവളോട് ഞാൻ എപ്പോഴും പറയണം, അവന് പേടി എന്നെ മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇപ്പം രണ്ടുപേരും ഇല്ല, അതുകൊണ്ട് ഒന്നും ആകാൻ പറ്റിയില്ല. ചിലപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ആരുടെയും വില അറിയില്ല. നഷ്ടപ്പെടുമ്പോഴാണ് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. ഇപ്പം അവന് ചെയ്യാൻ പറ്റാത്തത് അവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യണം. ജോമി, ഷാൻ, അവർക്ക് പറ്റാത്തത് അവരുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അതുപോലെ കൊണ്ടു നടക്കണം, അവർക്ക് ചെയ്യണം. എനിക്ക് കൊച്ചിന് ദേവസ്വന് എന്തെങ്കിലും ഒന്നൊരു വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കണ്ണ് എനിക്ക് തന്നെ അങ്ങ് പെട്ടെന്ന് സങ്കടം വരും. ഞങ്ങളുടെ മോളും അത് തന്നെ കേട്ടോ, മണിക്കുട്ടി. അവർക്ക് എത്ര വയസ്സുണ്ട് കുട്ടികൾക്ക്? ഇപ്പൊ മോൻ ഇപ്പം 5ലാണ്. 10 വയസ്സ്. മോള് 10 വയസ്സ് കഴിഞ്ഞു, മോള് 7. നമ്മള് വീട്ടമ്മയായിട്ട് ഒതുങ്ങി കൂടിയെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഇതിനിടയിൽ കുറെ കാര്യങ്ങൾ ചെയ്തതായിട്ട് മനസ്സിലാക്കുന്നു. താലൂക്കിന്റെ വൈസ് പ്രസിഡന്റ് അത്രയും പോയോ? അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ. എനിക്ക് എന്താന്ന് പറഞ്ഞാലും എൻ്റെ നല്ല സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡും എല്ലാത്തിനും. ഞാൻ വ്യാപാരി വ്യവസായിയുടെ താലൂക്ക് പ്രസിഡന്റ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവണം. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ശ്രമിച്ചു. പക്ഷേ ദൈവം എന്നെ ഇവിടാണ് എത്തിച്ചത്. അത് എല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്നത്. കാരണം സിനിമയിൽ വരിക എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ വളരെ കുറച്ചായിരിക്കും. ബാക്കി ഇല്ലാന്ന് പറയുന്നവർ പകുതി പേരും. എന്നോട് ഒരു കൂട്ടുകാരി 2 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, അതെ നീ എല്ലാത്തിലും പറയും സിനിമയെ ആഗ്രഹിച്ചില്ലല്ലോ, മോഹിച്ചില്ലല്ലോ എന്ന്. ഞാൻ കല്യാണം കഴിഞ്ഞ് പിള്ളേരെ കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ ഇതൊക്കെ വിട്ടു കേട്ടോ. പണ്ട് എഴുതിയ ലെറ്ററിലുണ്ടായി ഞാൻ സിനിമാ നടിയാവുമെന്ന് പറഞ്ഞത്. 28-29 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ. ഞാൻ അവളുടെ ഞാൻ ലെറ്ററും തരുമോ എന്ന് ചോദിച്ചു. കാരണം എനിക്കറിയില്ല, പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഏത് സമയത്ത് പറഞ്ഞതാണെങ്കിലും നാക്ക് ഗുളേരാണ് പറയുന്നൊക്കെ ദൈവം എപ്പോഴേലും നടത്തി തരാറുണ്ട്. നാവ് പൊന്നായിട്ടിരിക്കുന്ന നാക്കാണ്. എൻ്റെ ഒരു വലിയ ഡ്രീമുണ്ട്. ഈ പറഞ്ഞ ആ ഡ്രീം അറിയില്ല, പറഞ്ഞ നടക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം അതെ പറഞ്ഞാൽ നടക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ റീല് കണ്ട, നമ്മളൊരു വീട് പണിയണമെങ്കിൽ വീട് പണിയുടെ പാലുകാച്ചിലിനെ എല്ലാവരും അറിയാവല്ലേ, നടക്കില്ല എന്ന് പറയുന്നത്. നടക്കട്ടെ, അതിൽ വിശ്വസിക്കുന്നുണ്ടല്ലേ ഈ പറഞ്ഞത്? ഉറപ്പായിട്ടും. അതില് നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന ഒരു സംഭവം, അതിനെ കണക്ട് ചെയ്ത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വിഷയം പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പല ആൾക്കാരോട് പറയുമ്പോൾ നെഗറ്റീവ് എനർജി ഉള്ള ആൾക്കാരത് കേൾക്കുമ്പോൾ അത് നമ്മളിലേക്ക് എത്താതെ പോകുന്നു എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടോ?
അങ്ങനെ വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ലാഴിയുണ്ട്. നമുക്ക് വരേണ്ടത് നമ്മൾ വന്നു ചേരും പല എന്നുള്ളതാണ്. കാര്യങ്ങളും നമ്മൾ അനുഭവത്തിൽ നിന്ന് പറഞ്ഞ വിശ്വാസം ഇല്ലായിരിക്കൊന്നും അല്ല, ഇങ്ങനെ ആയി വരുന്നു എന്നുള്ളത് നമുക്ക് നമ്മൾ അതെ, മനസ്സിലാക്കാം. നമ്മൾ എനിക്ക് പല ഇതും തോന്നിയിട്ടുണ്ട്. നമ്മളൊരു കാര്യം പറഞ്ഞു, അല്ല അത് പ്രകൃതിയുടെ ഒരു ഇതാണ്, നമ്മുടെ ചുറ്റും പ്രകൃതിയുടെ ഒരു കാന്തശക്തി ഉണ്ടല്ലോ. സ്മിനു എന്ന് പറയുന്ന വ്യക്തിയെ എങ്ങനെ അറിയപ്പെടാനാണ് ഇഷ്ടം? എങ്ങനെയൊക്കെയോ എന്നിൽ നിന്ന് ഏതാണ്ടൊക്കെയോ ചോർത്ത് പിടിക്കാൻ ഇത്രയും നേരം ചോർത്താൻ നോക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെട്ടിട്ടില്ല അല്ലേ, ഞാൻ ചോദിക്കത്തില്ല. ഞാനെന്ന വ്യക്തിയെ എങ്ങനെ അറിയപ്പെടാനാണ്? ഞാനെന്ന് പറയുന്ന വ്യക്തിയെ എനിക്ക് അതായത് ഞാൻ എൻ്റെ മക്കളുടെ നല്ലൊരു അമ്മയാണ്, എൻ്റെ സഹോദരങ്ങളുടെ നല്ലൊരു, എൻ്റെ ആങ്ങളെ മാത്രം കൊണ്ടുനടക്കാൻ പറ്റിയില്ലെന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവരും ഞാനിപ്പോഴും എല്ലാവരും ഒരിടത്ത്, അത് ഭയങ്കര ഒരു കൂട്ടുകുടുംബം എൻ്റെ ഭയങ്കര ഡ്രീമാണ്. എല്ലാവരുമായിട്ട് കളിച്ചും ചിരിച്ചും. ഞാനിപ്പോഴും പറയും, മക്കളോട് പറയും, 2 പേരുള്ളൂ, 2 പേർക്കും ഒരു പറമ്പിൽ 2 വീട് വെക്കണം, എന്നിട്ട് നടുക്കൂടെ ഒരു പാസേജ് ഉണ്ട്. ഇവൻ എന്നോട് വഴക്കുണ്ടാക്കും, ഞാൻ നിന്റെ അടുത്ത് തരും, നീ മോളോട് പറയും, മോള് എന്തെങ്കിലും ഉണ്ടായി അങ്ങപ്പുറം, അല്ലെങ്കിൽ നടുക്കൊരു കിച്ചണും ഒരു മുറിയോട് വെക്കും, 2 പേരോട്. അങ്ങനെ എപ്പോഴും എല്ലാവരും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുക. പിന്നെ ഇതുപോലെ സത്യമുള്ള കുറേ സ്നേഹം ഞാൻ പറഞ്ഞില്ല, ഞാൻ ജെന്യൂനായിട്ട് എല്ലാവരോടും എപ്പോഴും എല്ലാവരോടും ഈ ചിരിച്ച മോന്തയോടെ പെരുമാറി സ്നേഹത്തോടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ജീവിച്ചു പോകണം, അങ്ങനെയുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പറയാം, രാഹേൽ മകൻ കോര എന്ന് പറയുന്ന സിനിമ, അതിൽ ടൈറ്റിൽ ക്യാരക്ടറാണ്. നായിക എന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? നായിക തന്നെയല്ലേ അതിലെ? പക്ഷേ കാരണം ആൾക്കാർക്കാണോ എന്തോ അങ്ങനെയൊക്കെ ഒരു വാക്ക് പറയാൻ ഈ വലിയൊരു പാടുള്ളത് പോലെ, നമ്മളെയൊക്കെ നായിക എന്ന് പറയാൻ നായിക എന്ന് അല്ലെങ്കിൽ നായകൻ എന്ന് പറയുന്നത് ഇന്നൊരു ഏജ്, നായകൻ അതത്ര ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നായികയാകുമ്പോ ഇന്ന പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിനകത്തുള്ള ഒരാളായിരിക്കണം എന്നൊരു നിർബന്ധമുള്ളതായിട്ട് ഉറപ്പായിട്ടും. ഇപ്പൊ അതിനകത്ത് രാഹേൽ മകൻ കോരയിലെ രാഹേൽ മകൻ കോര അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒരിക്കലും ആ രാഹേൽ അല്ല നായിക എന്നവര്, ഇപ്പൊ നിങ്ങൾ എഴുതുന്നവർ പോലും അവരെ അല്ല നായികയാക്കുന്നത്, കൊച്ചു പെണ്ണായിട്ട് അങ്ങപ്പുറമുള്ള ആളെ തന്നെയാണ് നായികയാക്കുന്നത്, അല്ലേ? എത്ര പ്രായമുള്ളവർക്കും നായികയായിട്ട് വരുന്നത് ഏജ് കുറഞ്ഞവരെയാണ്. ആ ഒരു ബാലൻസിനുള്ള ഏജിലുള്ളവരെ ആരും നായികയാക്കാറില്ല. അതുകൊണ്ട് ആ ഒരു സഹനടി എന്നുള്ള കാറ്റഗറിയിൽ തന്നെ ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഈവൻ എന്താ പറയാ, മെയിൻ നായിക പ്രാധാന്യമുള്ള കഥാപാത്രം എന്ന് വരെ വേണമെങ്കിൽ പറയും. നായിക എന്ന് വീണ്ടും ലേബലില്ല, ലേബല് വേണ്ട, എനിക്കിത് മതി, സഹനടി മതി. ഇനി സ്മിനുവിനെ നായികയാക്കിയില്ലെന്ന് പറഞ്ഞു, സ്മിനു പരാതി പറഞ്ഞു, അതങ്ങ് പള്ളി പറ, എനിക്കിത് മതി, ഞാൻ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം. സ്മിനു പരാതി പറഞ്ഞില്ല, എനിക്കില്ല, ഞാൻ ഇതും കൊണ്ടുള്ള കഞ്ഞിയും പേരും കുടിച്ച് ഞാൻ ജീവിച്ചോളാം. ഈ പറഞ്ഞതുപോലെ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് പറയാൻ പറ്റില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ ഈ ലൈം ലൈറ്റിൽ വന്ന് നിൽക്കുന്നത്, അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ അവതരിപ്പിക്കപ്പെടാം, അതൊരു സംഭവം. പക്ഷെ ഞാൻ പറയാനുള്ളത് പറയും, ഞാൻ ആരോടാണല്ലോ മുതക്കി പറയും. കാരണം ഒരു സത്യം പറഞ്ഞാൽ ചിലപ്പം കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാവും, പറഞ്ഞ് നമുക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന സത്യങ്ങളാണ്. അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക എന്ന് ചിലവർ പറയും. പക്ഷെ ആ അപ്രിയ സത്യങ്ങൾക്ക് പകരം ഒരു കള്ളസത്യം പറയേണ്ടി വരും, ഇല്ലേ? കള്ളം പറയേണ്ടി വരും. ആ കള്ളം എന്നേലും പിടിക്കപ്പെടുമോ എന്ന ചിന്തയിൽ നമ്മൾ ചിന്തിച്ച് പിന്നെയും കള്ളങ്ങൾക്ക് പുറത്ത് കള്ളങ്ങൾ. ഒരിക്കൽ എന്താണേലും ഇപ്പം നമുക്ക് പിണക്കുണ്ടാവാം, ദേഷ്യം ഉണ്ടാവാം, വെറുപ്പുണ്ടാവുന്ന എന്താണെങ്കിൽ പോലും ഒരു സത്യം അത് സത്യമായിട്ട് തന്നെ പറയുവാണ്, അവിടെ തീരും, അല്ലേ? അതുകൊണ്ട് ചിലവർ പറയും അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാന്ന്. പക്ഷെ ഞാൻ പറയും, ചില സമയത്ത് മിണ്ടാതിരിക്കാന്ന് തോന്നാറുണ്ട്. അഭിപ്രായം പറഞ്ഞാലേ പ്രശ്നമുള്ളൂ, അറിയത്തില്ലെന്നേ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത്. എനിക്ക് എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഞാനത് പറയും. അതെന്താണെങ്കിലും അത് പറഞ്ഞു കഴിഞ്ഞല്ലേ. ചിലപ്പോ അഭിപ്രായം നല്ലതായിരിക്കാം, ചിലപ്പോ മോശം. എല്ലാം നല്ലതാവണമെന്ന് വിചാരിക്കാൻ മദർ തെരേസയ്ക്കും അൽഫോൻസാമയ്ക്കും ഒക്കെ കുറ്റങ്ങളുടെ റോളുണ്ട്. അപ്പൊ പിന്നെ സ്മിനുവിന് ഇല്ലാതിരിക്കും, ഞാൻ പറയും. ഓക്കെ, അപ്പൊ നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മൾ സ്മിനുവിനെ കൂടുതൽ മനസ്സിലാക്കിയത്. ഇപ്പം എന്താണ് മനസ്സിലാക്കിയത്? നല്ല നടിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആർട്ടിസ്റ്റ് ആണ്. സ്വഭാവം എന്താന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. സ്മിനു എന്ന് പറഞ്ഞ ആക്ട്രസിനെ പറ്റി നമ്മൾ തിരിച്ചറിഞ്ഞത് ഈ കഥാപാത്രങ്ങൾ. ഇതൊക്കെ ഇപ്പൊ ഇത്ര നേരം ഇന്റർവ്യൂ പറഞ്ഞൊക്കെ തന്നെ ഞാൻ സിനിമയിലേക്ക് നമ്മള് വ്യക്തി എന്നുള്ളതിൽ നിന്ന് സിനിമയിലുള്ള ആൾ തന്നെയാണ്. സിനിമയിൽ ഞാൻ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ ഓൾമോസ്റ്റ് പലതും എന്റെ ജീവിതമായിട്ട് സാമ്യമുള്ളതാണ്. അതുകൊണ്ടാണ് ലൈവ് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇങ്ങനെയാണ്. ഈ അഭിനയിക്കുന്ന സമയത്ത് നമ്മള്
പെട്ടെന്നൊരു കരിയർ ഓപ്ഷൻ തുറന്നു വരികയാണ്. അഭിനയം എന്ന് പറയുന്നത് എല്ലാവർക്കും പേടിയുള്ള ഒരു കാര്യമാണ്. ആഗ്രഹം ഉണ്ടെങ്കിലും പേടിയുണ്ട്. എനിക്ക് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു സ്വഭാവമുണ്ട്. മറ്റേ ക്രോണിക് ബാച്ചലർ എന്ന് പറയുന്നത് ചത്താലും വെടില്ല ആടാൻ പറഞ്ഞ് കണ്ടുപിടിയാൻ പറയത്തില്ല, അതുപോലെ ചത്താലും ഞാൻ അത് പുറത്ത് കാണിക്കുമല്ലോ. അതാണ് എൻ്റെ സ്വഭാവം. ഇതിന് വേണ്ടിയിട്ട് അഭിനേത്രി ആവുക എന്ന് പറയുന്നത് കുറേയധികം എഫേർട്ട്, നമ്മൾ മാനസികമായ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ തയ്യാറെടുക്കുമ്പോഴാണ് നമ്മളല്ലാതെ കുറെ അഭിനയിക്കേണ്ടി വരുന്നത്. കാരണം മനസ്സിൽ നമ്മൾ ഒരു ഇത് കിട്ടുമ്പം ഞാൻ അങ്ങനെ ചെയ്യാം, ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് ചിന്തിച്ചു വരുമ്പം, എന്നിട്ട് അത് പോയി അവിടെ ചെയ്യാൻ വരുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വേറൊരു രീതിയിലാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസം വരും. നേരെ മറിച്ച് അപ്പം ചെന്നിട്ട് എന്താണെന്നൊക്കെ നല്ലൊരു ഡയറക്ടർക്ക് അറിയാമല്ലോ അവരുടെ കഥാപാത്രത്തെ എങ്ങനെ കൊണ്ടുവരണം. ഒത്തില്ലെങ്കിൽ അവരത് അടുത്തത് പറഞ്ഞു തരും. അല്ല നമ്മളായിട്ടൊരു ഇതെടുത്തിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്, അതാണ് ഇഷ്ടം, ആ ഒരു ശൈലിയോടാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടുവരികയാണ് ഒരുപാട് ഹോംവർക്ക് ചെയ്ത് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന അഭിനേത്രിയാണ്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന. അത് ഇതുവരെ എന്റെ സിനിമയിൽ എന്നെ ചെയ്യിപ്പിച്ചവർക്കറിയാം. ഇതുവരെ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് സ്പെഷ്യലായിട്ട് എല്ലാ കഥാപാത്രങ്ങളും ഒരുപോലെയാണ് എന്നാണ് പറയാൻ പോകുന്നത് എനിക്കറിയാം. എന്നാലും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നേഹമുള്ള കുറച്ച് കഥാപാത്രങ്ങളില്ലേ? കെട്ടിയുള്ള മലഹ, ജോൻജോ, ഓപ്പറേഷൻ ജാവ, ഞാൻ പ്രകാശൻ, ഒക്കെ അതൊക്കെ ഞാൻ തന്നെയാണ്. ശ്രീനി സാറുമായിട്ടുള്ള അദ്ദേഹം വഴിയാണ് സിനിമയിലേക്കുള്ള അവസരം നേടിയത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ ഒരു ഇത് തന്നെയാണ്. ശ്രീനേട്ടനാണ്. എങ്ങനെയാണ് അദ്ദേഹമായിട്ടുള്ള പരിചയം? എൻ്റെ അങ്കളുടെ ഫ്രണ്ടാണ് ശ്രീനേട്ടൻ. എനിക്ക് ശ്രീനേട്ടനെക്കാളും എനിക്ക് ശ്രീനേട്ടൻ്റെ വൈഫ് വിമലാൻ്റിയോടായിരുന്നു അടുപ്പം കൂടുതലായിട്ട് വന്ന് അങ്ങനെയുള്ള പരിചയം. അതേപോലെ ധ്യാനുമായിട്ട് അതായത് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾ രണ്ടുപേരും കൂടെയുള്ള ഇന്റർവ്യൂ എവിടെ ചെന്നാലും അയ്യോ ചേച്ചിയെ ധ്യാനോടുള്ള ഇന്റർവ്യൂ ഉണ്ട്, ധ്യാൻ എന്ത് പാവാട്ടെ ഇരിക്കുന്നത്, കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പറ്റിയ തങ്കമ്മച്ചി. എനിക്കും ധ്യാനോട്ടനും കൂടെ മുഴുനീളം അമ്മ കഥാപാത്രം ചെയ്യണം. ധ്യാനോട്ടാ കേൾക്കുന്നില്ലേ? അവൻ അടുത്ത ഇന്റർവ്യൂ കൊച്ചെന്നെ കളിയാകും, ട്രോൾ. ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, ഇതിനുള്ള റിയാക്ഷൻ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. നമ്മള് ഈ പറഞ്ഞ പോലെ ചാൻസ് ചോദിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അടുത്ത സിനിമ എങ്ങനെയാണ് അടുത്തടുത്ത സിനിമകൾ? നമുക്ക് ചിലർ പറയുമ്പോൾ മമ്മൂക്കയൊക്കെ പറയുന്നുണ്ട് സിനിമ എൻ്റെ ആവശ്യമാണ്, അതുകൊണ്ട് ഞാൻ ഇനിയും ചാൻസ് ചോദിക്കും എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ചാൻസ് ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ അവസരങ്ങളിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ഒരു കഥാപാത്രം കഴിഞ്ഞ് അടുത്ത കഥാപാത്രത്തിലേക്ക്. ഇതുവരെ എനിക്ക് തേടി വന്നിട്ടുള്ളതാണ്. സോറി, അങ്ങനെ ചോദിക്കാൻ എനിക്കൊരു ധൈര്യമില്ല. കാരണം എൻ്റെ ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ ഒരാളൊരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ പിന്നെ സൗഹൃദമുള്ളവർ ഞാനില്ലേ, ചിലപ്പോൾ ഇപ്പൊ അധികം സൗഹൃദമുള്ളവരോട് പറയുന്നുണ്ടാ അടുത്ത പടത്തിൽ ഞാനില്ലേ നിങ്ങൾ ആക്ഷൻ പറയുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ കയറി കട്ട പറയുന്ന അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഡയലോഗ്. അല്ലാണ്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു സിനിമ എഴുതുന്ന റൈറ്റർക്ക് ഡയറക്ടർക്ക് അവരുടെ കഥാപാത്രത്തെ പറ്റി ഒരു സ്വപ്നമുണ്ട്. അവർ എഴുതുമ്പം തന്നെ അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അവരത് സെലക്ട് ചെയ്യുമ്പം അല്ല എനിക്ക് വേണം അല്ല എനിക്ക് തരാവോ, അതെനിക്കുള്ളത് എനിക്ക് വന്നു തരും. ഞാൻ സിനിമയിൽ പോലും വരുമെന്ന് ഓർത്തതല്ല, ഞാൻ സിനിമയിൽ വന്നെങ്കിൽ എനിക്കുള്ളത് എനിക്ക് വരും. പിന്നെ കുറേയൊക്കെ ഇപ്പം ഏതായാലും കുറേ ഇങ്ങനെ അമ്മ ഇതൊക്കെ ചെയ്തു, ഏതായാലും സിനിമയിൽ വന്നു. കുറച്ച് നല്ല ശക്തമായ കഥാപാത്രങ്ങളോട് ചെയ്യണമെന്നൊരു ഇപ്പോൾ ഒരു മോഹമുണ്ട്. ഇപ്പം ഞാൻ തുടക്കത്തിൽ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പേഴ്സണലി പറഞ്ഞു നമ്മുടെ മനസ്സിൽ പതിഞ്ഞ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് അഭിനേത്രിമാരുമായിട്ടുള്ള ഒരു കമ്പാരിസൺ വരുന്നില്ല. ഞാൻ പേരെടുത്ത് പറയണില്ല, പക്ഷെ ആ ഒരു കമ്പാരിസൺ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അത് പറഞ്ഞതിൽ ഒരു കഥാപാത്രത്തെ ചെറുപ്പം തൊട്ട് ആ പേര് വെച്ച് തന്നെ കളിയാക്കാറുണ്ട്. പിന്നെ അതെനിക്ക് സന്തോഷമുള്ളൂ. കാരണം അവരുടെ ഒന്നും ഒരു അടുത്ത് പോലും ഇതുവരെ എൻ്റെ അഭിനയം എത്തിയിട്ടില്ല. പക്ഷെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ സിനിമയിലേക്ക് വന്നതിന് ശേഷം നമ്മൾ കാണുന്ന സിനിമകൾ അതിലൊരു വ്യത്യാസം വന്നു? സിനിമ കാണുന്ന രീതിയിൽ എത്രയും നാള് നമ്മൾ വെറും ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിരുന്നു. എല്ലാവരും ചോദിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു. ഇല്ല, എൻ്റെ കാഴ്ചപ്പാട് എന്താണോ അത് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് എൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ്. അത് ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് അങ്ങനെ ഇങ്ങനെയൊന്നുമില്ല. പണ്ടും സിനിമ കാണും, എനിക്ക് സിനിമ ഇഷ്ടമാണ്, ജഡ്ജ് ചെയ്യും. പക്ഷെ ഒറ്റ കാഴ്ചപ്പാട് വ്യത്യാസമുണ്ട്. പണ്ട് സിനിമയെ ഞാൻ കീറി മുറിച്ച അതെന്നെ കാണിച്ചു ഇങ്ങനെ കാണിച്ചൊന്ന് അതല്ല. പക്ഷെ ഇന്ന് സിനിമയിലെ കഷ്ടപ്പാട് കാണുമ്പം അവരെത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് പാത്രം കഴുകിയ വെലുമടക്ക് കഴിക്കാനും കൊണ്ട് തരുന്നൊരു ഞാൻ ആദ്യം പോയി മിണ്ടുന്നത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി പാത്രം കഴുകുന്ന കുട്ടികളോട്. എത്ര പേര്, ഒരു നായകൻ തന്നെയോ ഒരു നായിക തന്നെയോ
ഒരു ക്യാമറമാൻ തന്നെ ഒരു സിനിമ ഉണ്ടാവുന്നില്ല, ഒരു ഡയറക്ടർ മാത്രമായിട്ട്. ഈ 4 പേരിലല്ല സിനിമ. അതിനകത്ത് ലൈറ്റ് ബോയ് ഉൾപ്പെടെ നമുക്ക് പട്ടിണിയില്ലാതെ, നമുക്ക് ദാഹമില്ലാതെ നമ്മളെ കഴിപ്പിക്കുന്നവരുൾപ്പെടെ എല്ലാവരും ഈക്വലാണ് അല്ലേ? അതെ. ഇപ്പം മോൾക്ക് ഒരുപാട് നല്ല ഹെയർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ആവുമോ? നല്ല കണ്ണുണ്ടാകണം, നല്ല ചുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവനവൻ്റെ ആ ഒരു ഇത്, അവനവൻ്റെ ബ്യൂട്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കത്തില്ലേ? എൻ്റെ ഹെയർ നല്ലോന്ന് പറഞ്ഞാൽ ഹെയർ മാത്രമാണോ നോക്കുന്നത്? അല്ല എൻ്റെ ചുണ്ടാ നല്ലപ്പോൾ ചുണ്ട ലിഫ്റ്റ്, കണ്ണ് വളർത്തുമ്പോൾ കണ്ണിനെ ഉപേക്ഷിക്കുമോ? അതുപോലെയാണ് ഒരു സിനിമയിൽ എല്ലാവരും സിനിമയുടെ കഥ പറയാൻ തുടങ്ങുമ്പം തൊട്ടുള്ളത് അവസാനം വരെ എല്ലാവരും ഒറ്റ മനസ്സിൽ ഇറങ്ങുമ്പം ദൈവമേ, എനിക്കങ്ങനെ പല ഇതും തോന്നിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുമ്പം ആ ലൊക്കേഷനിൽ നിന്ന് പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ഈ സിനിമ എന്താവുമെന്ന്. ആ വൈബിലുണ്ട് ഒരുപാട്. ചിലയിടത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് അവർ സിനിമ ഒരെന്താ സംഭവമാണെന്ന് വെക്കുന്നതൊന്നും അല്ലാണ്ടായി പോകാറുണ്ട്. എന്നാൽ എല്ലാം കാരണം ഒരു സിനിമ ലൊക്കേഷൻ ഒരു 100 പേരുണ്ട്, അവർ 100 പേരുടെയും സന്തോഷം എപ്പോഴും പോസിറ്റീവ് എന്ന് പറയുന്നത് എന്തിനാ? ഇപ്പം യോഗയ്ക്കൊക്കെ ചിരിയും അതും ഇതൊക്കെ കാണിക്കുന്നുണ്ടോ? പോസിറ്റീവ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ ആ കൂട്ടായ്മയുടെ സന്തോഷമാണ്. ഇപ്പം ധ്യാനത്തിന് പോയാൽ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നു, ചിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടെ. സന്തോഷം എന്ന വാക്ക് അതെവിടെയും ഒരു കമ്മ്യൂണിറ്റി ഒരു നല്ല ഇതാണെങ്കിൽ അതിന് സക്സസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അല്ലാണ്ട് ഒരു ഗ്യാങ് ഇപ്പോഴും ഉണ്ട്, എല്ലാവർക്കും ഓരോ സെക്ഷനാണ് ഫുഡിന് പോലും. അതൊക്കെ എനിക്ക്, കാരണം എല്ലാവരും അവനവൻ്റെ വീട്ടിലെ രാജാക്കന്മാരാ അല്ലേ? കഞ്ഞിയും പയറും വെക്കുന്നവനാണെ പോലും അവനെ സംബന്ധിച്ച് അവൻ കഞ്ഞി വെക്കുന്നത് അവൻ്റെ കഷ്ടപ്പാടിൻ്റെ, അവൻ്റെ വീട്ടിലെ രാജാവാണ്. ചിലപ്പം ഇങ്ങേപ്പുറത്തവൻ ഒരു കറി കൂടുതലുണ്ടാകും, അതിൻ്റെ മേളിൽ എന്തും ആയിക്കോട്ടെ. പക്ഷെ ഓരോ വ്യക്തിക്കും അവൻ്റെതായ ആ ഒരു അംഗീകാരം, അത് ചിലവരതല്ല കാറ്റഗറി തിരിച്ചു കൊടുക്കും. അത് എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മൾ സിനിമാ മേഖല സിനിമ എന്ന് മാത്രം പറയുന്നില്ല, പക്ഷെ ഇത്തരത്തിലുള്ള മേഖലകളിൽ നമുക്ക് സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രിവിലേജുകൾ കുറവാണ്, സ്ത്രീ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തപ്പെടുന്ന കുറേ സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് എന്താ പറയുക കൺസിഡറേഷൻ കുറച്ച് തരിക, ഇല്ലാണ്ട് ഇഗ്നോർ ചെയ്യണമെന്ന് പറയണില്ല, അല്ല മൈൻഡ് ചെയ്യാൻ പോണ്ട. നമ്മുടെ രാജാവാന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ 10 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നവരൊക്കെ നമ്മുടെ പ്രജയാണ്. നമ്മളെ ഭരിക്കാൻ ആരും അനുവാദം കൊടുക്കാതിരുന്നാൽ മതി. നമ്മളാണ് നമുക്ക് വിലയിടേണ്ടത്. നമ്മളവിടെ താന്നു പോകുമ്പോഴാണ് ശരിയായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈയിടെ എൻ്റെ ഓടിക്കാറിൽ ഞാൻ ദാരിദ്ര്യം പിടിച്ച സ്ത്രീക്ക് ഓടിക്കാറോന്ന് ചോദിച്ചു. അവർ നോക്കുമ്പം ജീൻസും ടോപ്പും ഇട്ട് ഓടിക്കാർ ഓടിക്കുന്ന ഓരോ മനുഷ്യന്റെ കാഴ്ചപ്പാടാണ്. ഹൈ ഹീലിട്ട് മുടി കെട്ടി അല്ലെ കൂളിംഗ് ഗ്ലാസ് വെച്ച് ഓടിച്ചാലേ പണക്കാരിയാവൂ. ഞാൻ പണക്കാരിയല്ല, ഞാൻ സാധാരണക്കാരിയാണ്. ഞാൻ പറയുവാണ്, ഞാൻ പണക്കാരിയാന്ന് പറഞ്ഞാൽ ക്യാപ്ഷൻ കൊടുക്കരുത്. ഞങ്ങൾ അങ്ങനത്തെ ടൈപ്പല്ല. ഇപ്പം 1000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും, 5000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും, 10000 രൂപയ്ക്കും ഡ്രസ്സ് കിട്ടും. ഇതിപ്പം ഞാൻ ഇന്ന് ഇവിടെ ഇട്ട സ്ഥിതിക്ക് ഇനി അടുത്ത ഇന്റർവ്യൂവിന് എനിക്ക് ഇടാൻ പറ്റൂല. വെറുതെ വേസ്റ്റാക്കുന്ന വെറുതെ ഡ്രസ്സിന് ഞാൻ അധികം പൈസ കളയാറില്ല, കുറഞ്ഞ ഡ്രസ്സുകൾ. പക്ഷെ ശരിയാണ്, പബ്ലിക്കിൽ ഇറങ്ങാൻ നല്ല ആവശ്യങ്ങൾക്ക് വാങ്ങാറുണ്ട് കേട്ടോ. നമ്മുടെ സമൂഹം ആ ആൾക്കാരെ ശരിക്കും വസ്ത്രം കൊണ്ടും അവരുടെ നടത്തം കൊണ്ടും ഒക്കെയാണ് കൂടുതൽ ആൾക്കാരെ വിലയിരുത്തുന്നത്. കുറച്ച് ജാടയിട്ട് വലിയൊരു ഇതൊക്കെ കൊണ്ട് നടന്ന് വലിയ ഹൈ ഹീൽ ചെരുപ്പ് കിട്ടും, അതിന് അവരോർക്കുന്ന റിച്ചാന്ന്. നോർമലായിട്ട് വരുന്നവര് ലോക്കലാന്ന്. അതൊരു കാഴ്ചപ്പാട് തന്നെയാണ്, നമ്മുടെ സമൂഹത്തിന്റെയാണ്, ഒരാളുടെ മാത്രമല്ല. അല്ല, സമൂഹത്തിന്റെ. അതായത് ഓടി കാർ ഉപയോഗിക്കുന്ന ഒരാളുടെ ലുക്ക് ഇന്നത് രീതിയിലായിരിക്കണം എന്നുള്ളൊരു ധാരണ എവിടെയൊക്കെ കാണുന്ന മൊത്തം നൈറ്റി ഇട്ടും കിറ സാരി ഉടുത്തും. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ്. എനിക്കതിനകത്ത് ഒരു ഞാൻ പാവപ്പെട്ടവരുടെ നടിയാണ്. എനിക്കതാ ഇഷ്ടം. സാധാരണക്കാർക്ക് അങ്ങനത്തെ കഥാപാത്രമാണ്. ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്നതാണ് ഒരു എന്താ പറയാ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമ സക്സസ്ഫുൾ ആയി, അത് കഴിഞ്ഞ പിന്നെ അതേപോലത്തെ കഥാപാത്രങ്ങൾ വീണ്ടും 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 ചെയ്യേണ്ടി വരിക. പക്ഷെ എനിക്കത് വേണ്ടെന്നും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ ഇരിക്കത്തില്ലേ. അതുകൊണ്ട് അങ്ങനെയില്ല. സിനിമ വരുമ്പം വരും, പോകുമ്പം പോവും. ഒരുപാട് ആൾക്കാർ പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഒരുപാട് പേര് സിനിമയിലേക്ക് വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അടുത്ത ആള് കയറും. ഇത് മന്ത്രി കസേര പോലെ ഒരാൾ മാറാൻ നോക്കിയിരിക്കും അടുത്ത ആള് കയറാന്.
എല്ലാത്തിനും ഒരിതുണ്ട്. പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ, അതായത് ഒരു ജോലി പഠിത്തത്തിൻ്റെ ഒരു ഡോക്ടർക്ക് അത് ഫിക്സാണ്. ഒരു ഡോക്ടർക്ക് അവിടെ അല്ലെങ്കിൽ വേറൊരു. പക്ഷെ സിനിമ അങ്ങനെയല്ല. ബിസിനസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരിടത്തൊരു തുണിക്കട ഇട്ട് വിജയിച്ചു, ഉടനെ നിരത്തി അവിടെ തുണിക്കട വരും അതിൻ്റെ അടുത്ത്. ഒരു 2 കിലോമീറ്റർ മാറ്റി അടുത്ത് തുണിക്കട ഇട്ടുകൂടെ? അവരിടത്തില്ല, തൊട്ടങ്ങപ്പുറം കൊണ്ടുവരും. എല്ലാം സ്വർണ്ണക്കട കണ്ടിട്ടുണ്ടോ? അടുത്തടുത്താണ്. ഒരു ഹോട്ടൽ വന്നാൽ എന്തും അവരുടെ ബിസിനസ് എനിക്ക് കുറച്ച് കിട്ടിക്കോട്ടെ, അതിലൊരു ശതമാനം എനിക്ക് മതി. അന്ന് അങ്ങേപ്പുറം ഇച്ചിരി മാറ്റിയിടുവാണെങ്കിൽ, ഒരു ഗ്യാപ്പ് ഇതിൽ ഇത് വരുവാണെങ്കിൽ അതാണ്. ഇപ്പൊ സിനിമ അത് തന്നെയാണ്. ഒരാൾ മാറാൻ നോക്കിയെന്ന് അടുത്ത ആൾ ഇപ്പൊ അതുപോലെ ഉണ്ട്. ഈ ഒരു ഭയങ്കര കോമ്പറ്റീഷൻ വിത്തിൻ ദ ആർട്ടിസ്റ്റ്, എനിക്ക് കിട്ടേണ്ട കഥാപാത്രം, അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇതുവരെ ഒന്നും ചിന്തിച്ചിട്ടില്ല ഞാൻ. എനിക്ക് സിനിമയിൽ എല്ലാവരും ബൈ എന്നെ, കാരണം എല്ലാരും കാണുന്ന കാഴ്ചപ്പാടായിരിക്കും നൈറ്റ് ചെയ്തായിരിക്കും. ഇങ്ങനെ വലിയ ഡീപ്പ് സൗഹൃദങ്ങളും ഇല്ല. ആകെപ്പാട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കുന്നവർ എൻ്റെ ധ്യാനോട്ടനാണ്. അല്ലാണ്ട് പിന്നെ തൻവി എടുക്കും, ദിവ്യ പിള്ളേ, അങ്ങനെ അവരാരും ഞാൻ ശല്യപ്പെടുന്നുണ്ട് എൻ്റെ ധ്യാനോട്ടനെ. വളരെ ക്ലോസ് കണക്ഷൻ ഉള്ള വളരെ കുറച്ച് പേരേ ഉള്ളൂ. കുറച്ച് പേരേ ഉള്ളൂ. ചിലവർ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും ഇതൊക്കെയാണ്. പക്ഷെ ഒരു അത്യാവശ്യം ഞാൻ ആര് വിളിച്ചാലും ഫോൺ എടുക്കും, തിരിച്ചു വിളിക്കും അല്ലേ അല്ലേ. കാരണം എന്താ വെച്ചാൽ അങ്ങേപ്പുറം നിൽക്കുന്ന ആൾ എന്തിനാ വിളിക്കുന്നതെന്ന് അറിയാനുള്ള, കാരണം ചിലപ്പോൾ ഒരാളുടെ നമ്മുടെ ഒരു ഫോൺ കോൾ ആയിരിക്കും ചിലപ്പോൾ അവർക്കൊരു. അപ്പം മിക്കവരും ചിലവരും ഓർക്കും, അയ്യോ അവരായിട്ട് അഭിനയിച്ചല്ലേ ഒന്ന് വിളിക്കാൻ പറഞ്ഞ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ വിളിക്കുന്നു പറഞ്ഞ് വിളിപ്പിച്ചെടുക്കത്തില്ല. നമ്മളവിടെ ഇതായി പോകും. അതുകൊണ്ട് ഞാൻ ആരെയും വിളിക്കാറില്ല. പക്ഷെ ധ്യാനോട്ടനെ ഞാൻ എടുക്കുന്നവരെ എടുക്കാറുണ്ട്, ധ്യാനോട്ടൻ്റെ ഫോൺ എടുക്കാറുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ, അത്ര അത്യാവശ്യം ഉള്ളത് എടുത്തില്ല ഞാൻ മെസ്സേജിലൂടെ റിപ്ലൈ തരാറുണ്ട്. എനിക്കിതുവരെ പിന്നെ ആൻസൺ ഇപ്പോൾ കൊച്ചെനിക്ക് എഴുതിയാറുണ്ട്. അങ്ങനെ കുറച്ച് പേര്, കുറേ നല്ല മക്കളെയും കൂടെ കിട്ടിയല്ലേ ഒരുപാട് എല്ലാം. പക്ഷെ എടുത്തു തന്നെയാ. ഇപ്പം അച്ചൂട്ടനായിക്കോട്ടെ, ബാലു ആയിക്കോട്ടെ, എല്ലാവരും നല്ല നല്ല സ്നേഹം, എല്ലാവരും റെസ്പെക്ട് ഉണ്ട് കേട്ടോ. അത് ഈ അമ്മവേഷം ചെയ്യുന്നതിന്റെ ഒരു വലിയ പ്രിവിലേജ് ആണല്ലോ എല്ലാവരും. കാരണം ഞാൻ ഇവരെയൊക്കെ സിനിമയിലേ കണ്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും എനിക്ക് മമ്മൂക്കായെ കാണാൻ പറ്റുക എന്നുള്ളത്, ലാലേട്ടൻ മമ്മൂക്ക എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയൊരു ഇതാണ് കേട്ടോ. മമ്മൂക്കായെ കാണാൻ പറ്റിയത്. പിന്നെ ശ്രീനിയേട്ടൻ്റെ വീട്ടിലൊരു അങ്ങനത്തെ പോലെ ആവാൻ എനിക്ക് പറ്റി. അതൊരു ഇതാണ്. കുറേയേറെ പുതിയ സംവിധായകന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ സത്യൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യൻ അന്തിക്കാട് സാറിന്റെ സിനിമ. കാരണം എനിക്ക് ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന, എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ സിനിമയുടെ ഫസ്റ്റ്, നമുക്ക് ചില ഇതുണ്ടല്ലോ, ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, എവിടെ പോയാലും ഞാൻ എന്താന്ന് അന്വേഷിക്കുമെന്നേ. അത് ഞാൻ മനസ്സിൽ വെക്കാനാണ്. മറ്റൊരാളോട് എനിക്ക് അറിയില്ല എന്ന് പറയാൻ അങ്ങനെ എനിക്കൊരു ഫ്രീഡം തന്ന് സത്യൻ സാർ തന്നെയാണ്. സാറ് ഫസ്റ്റ് ഞാൻ സാർ എനിക്ക് അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോഴും താൻ ചെയ്യേ, തനിക്ക് പറ്റുന്ന എന്താ എന്നുള്ളത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. ഞാൻ സ്കൂൾ ബസ്സിൽ ഇത് ചെയ്തപ്പം നമ്മുടെ ഒരു അങ്ങ് സാറിന് റോഷന് ഇതല്ല, മറ്റേ ഒരു പേരെ കൊച്ചൻ പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട് ഒന്നും നമ്മൾ ആദ്യമായിട്ട് സിനിമ വരുക, സിനിമയുടെ. പക്ഷെ സത്യൻ സാറിൻ്റെ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ പറ്റാത്തതാണ്. സത്യൻ സാറിൻ്റെ അടുത്ത് സാർ വിളിച്ച് മോണിറ്റർ വന്നിട്ട് ഞാൻ മാറി നിൽക്കും. ഞാൻ മോണിറ്ററിൽ അങ്ങനെ ഒന്നും പോയി നോക്കാറില്ല. വന്ന് നോക്കോളൂ താൻ ചെയ്ത് എന്താന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ശ്രീനേട്ടനാണേലും ആ ചപ്പാത്തി കുഴച്ച് ആ സീനൊക്കെ നമുക്ക് വിട്ട് താൻ ചെയ്തിട്ട് പറ്റിയില്ല നമുക്ക് ചെയ്യാം. അതാണ് ഞാൻ ഇതുവരെ സിനിമയിൽ ആ ഒരു പാഠമാണ് ഞാൻ ഇത്രയും സിനിമയിലും പാലിച്ചേക്കുന്നത്. ഒന്നും മനസ്സിൽ വെച്ച് അതോ എന്നോടും എനിക്ക് അന്നേരപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, എങ്ങനെ ഒന്നും വേണ്ട, സമയമാകുമ്പോൾ ധ്യാനോട്ടനായിട്ടായിപ്പാ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതിന്റെ കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിക്കണം? പല ആൾക്കാരും പല പല ടെക്നിക്സ് പഠിക്കുന്നു, പല സ്കൂൾസിലൊക്കെ പോയി എന്താ പറയുക വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണു, അങ്ങനെ എന്തെങ്കിലും ചെയ്തു നോക്കണം, പഠിക്കണം, അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്? ഇപ്പം കുഴപ്പമില്ല, നിങ്ങളൊക്കെ തന്നെ പറഞ്ഞില്ലേ നാച്ചുറലായിട്ട് ചെയ്യുന്നുണ്ടെന്ന്. ഇനി പഠിച്ചു വന്നത് കുളവാക്കണോ പറ? ഞാനായിട്ട് ജീവിക്കാം. ഓക്കെ, എനിക്ക് വേറെ ആരുടെയും ടെക്നിക്കിലേക്ക് എത്തണ്ട, എന്റെ ടെക്നിക്ക് കണ്ട് മറ്റുള്ളവർ പഠിക്കണം. ഓക്കെ, അതല്ലേ ഹീറോയിസം. തങ്കം വെച്ച്